മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ പ്രാതലിന്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സമയം. ചില വീടുകളിൽ രാത്രി ചോറിന് പകരം പലഹാരങ്ങളാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ചോറിനോടൊപ്പം തന്നെ പലഹാരങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. സാധാരണ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, പുട്ട് ഇതൊക്കെ വളരെ കോമൺ ആണ്. അതുപോലെ തന്നെയാണ് ഉപ്പുമാവ് എന്നുള്ള കാര്യം. ഉപ്പുമാവ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ്. പക്ഷേ അത് കുറച്ചുകൂടി സ്പൈസപ്പ് ചെയ്ത് കുറച്ചുകൂടി മസാല സ്റ്റൈലൊക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു സാധാരണ ഒരു എന്താ പറയുക ഉപ്പുമാവല്ല. ഇത് നമ്മൾ റവ കൊണ്ടുമല്ല ചെയ്യുന്നത്, ഇത് വെർമിസിലി കൊണ്ടാണ്. ഇതൊരു വെർമിസിലി എന്ന് പറഞ്ഞാൽ മൈദ വെർമിസിലി അല്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് റൈസ് വെർമിസിലി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. റൈസ് വെർമിസിലി എഗ് മസാല ഉപ്പുമാവ്. ചേരുവകൾ: റൈസ് വെർമിസിലി 200 ഗ്രാം, എണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പക്ഷേ ഈ റൈസ് വെർമിസിലി ഇപ്പം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ്. റൈസ് വെർമിസിലി എന്ന് പറഞ്ഞ് തന്നെ വാങ്ങണം, പാക്കറ്റിൽ കിട്ടും. ഉപ്പുമാവിനുള്ള റൈസ് വെർമിസിലി ഒരു വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അതിങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട്, ഇതിപ്പോൾ ഒരു വലിയ പാക്കറ്റായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം, ഹോട്ട് വാട്ടർ ഒഴിച്ച് വയ്ക്കണം. അങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ബോയിലിംഗ് വാട്ടർ ഒഴിച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഒരു സൈഡിൽ. ഇത് ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള വെർമിസിലി. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് റൈസ് വെർമിസിലിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉപ്പുമാവിനുള്ള റൈസ് വെർമിസിലി എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റാണ്. അതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി അതിൻ്റെ മസാല, ഇത് പിന്നെ വെർമിസിലി ഉപ്പുമാവാണ്, പക്ഷേ ഇതൊരു സാധാരണ ഉപ്പുമാവല്ല, വെർമിസിലി മസാല ഉപ്പുമാവാണ്. നമുക്ക് മുട്ടയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. വെർമിസിലി എഗ് മസാല ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാണ്. ഒരു ചൂടായിട്ടുള്ള പാത്രം, ആദ്യം 3 മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 മുട്ട നമുക്ക് ആദ്യം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റാം. അതായത് ഒരു തോരൻ പോലെ ചിക്കിയെടുക്കാം. മുട്ട ഒരു 3 എണ്ണം പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ 3 മുട്ട എടുത്തു. ഇനി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്യും. ഇനി ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ, കുറച്ച്. സോ എഗ് സ്ക്രാമ്പിൾ ഈസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ സ്ക്രാമ്പിൾ നമ്മൾ പാത്രത്തിൽ നിന്നും മാറ്റുന്നു. ഇത് ഞാൻ ഒരുപാട് ഹാർഡാക്കിയില്ല, ലൈറ്റായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്താണ്. അപ്പോൾ എഗ് സ്ക്രാമ്പിൾ മാറ്റി. ഇനി ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇനി എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് വറ്റൽമുളക്, കറിവേപ്പിലിട്ട് ആദ്യത്തെ ഒരു താളിക്കൽ. ആദ്യം നമുക്ക് കടുക് 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങി. ഇനി വറ്റൽമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തത്. ഒരു ചെറിയ പച്ചമുളകായിരുന്നു. ഇപ്പം എല്ലാം കൂടി പൊട്ടി തുടങ്ങുന്നു. നോക്കിക്കോളൂ. ഇനി ഇതിൻ്റെ കളറൊന്ന് ചെറുതായി മാറണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായി മൂക്കാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ ഒരു സവാള, എന്നിട്ട് നന്നായിട്ട് വാട്ടി എടുക്കണം. അപ്പോൾ സവാളയെല്ലാം വാടി ചെറുതായി നിറം മാറാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, 1/2 ടീസ്പൂണും ആകാം. പിന്നെ ഒരല്പം ഗരം മസാല പൊടി ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ ആകാം. ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറും. കാര്യം ഇത് നല്ല ഫ്രൈ ആയി കിടക്കുന്ന ചട്ടിയാണ്. ഇതിലേക്ക് നല്ല മണം വരുന്നുണ്ട്. മസാല മൂത്ത മണം വരുമ്പോൾ നമുക്ക് ചുമ വരും. അതാണ് ഇൻഡിക്കേഷൻ.
ടൊമാറ്റോ. ഒരു വലിയ ടൊമാറ്റോ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ വാടി വെന്തു എന്ന് തന്നെ പറയാം. ഏകദേശത്തെ കുഴഞ്ഞ രീതിയിലായി. ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തു. ഇനി ഇതിലേക്ക് മുട്ട, നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട. കുറച്ച് സോഫ്റ്റ് സ്ക്രാമ്പിളായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആകും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന റൈസ് വെർമിസെല്ലി, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മളിനി ഊറ്റണം. ഊറ്റി ഹോട്ട് വാട്ടറിൽ ഇങ്ങനെ ഒരു 10-20 മിനിറ്റ്, 15 മുതൽ 20 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ മതി, അത്ര മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയെല്ലാം നമ്മുടെ വെർമിസെല്ലിയിൽ പിടിക്കുന്ന രീതിയിൽ നോക്കിക്കോളാം. തീ ഒന്ന് കുറയ്ക്കാം. അപ്പം ഈ ഒരു വെർമിസെല്ലിയിൽ ഇച്ചിരി ഈർപ്പമുണ്ട്, ആ ഈർപ്പവും കൂടി ചേർന്ന് വരുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ മുട്ടയിൽ ചെയ്തത് ഏറ്റവും എളുപ്പമുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ഇറച്ചിയോ അല്ലെങ്കിൽ മീനെന്ന് പറയുമ്പോൾ നമുക്ക് പ്രോൺസ്, കൊഞ്ചൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് ഒരു എഗ്ഗ്. ഇനി അതല്ല, വെജിറ്റേറിയൻ വേർഷൻ ആണെങ്കിൽ, കംപ്ലീറ്റ്ലി പ്യുവർ വെജ് ആണെങ്കിൽ ഇതിൽ ക്യാരറ്റ്, ബീൻസ് മുതലായ ഗ്രീൻ പീസ് അങ്ങനത്തെ വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യാം. ഇനി മുട്ടയ്ക്ക് പോലെ ആ കാര്യങ്ങൾ ചേർത്താൽ മതി. അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എഗ് മസാല റൈസ് ഉപ്പുമാവ് ഇസ് റെഡി എന്ന് തന്നെ പറയും. ഇനി കുറച്ച് മല്ലിയില, വെരി കളർഫുൾ. ഇനി ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. മതി, തീ ഓഫ് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ താളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ പിന്നെ അതുപോലെ കപ്പലണ്ടിയോ ഇങ്ങനത്തെ എന്ത് കാര്യം വേണമെങ്കിലും എക്സ്ട്രാ ചേർക്കാം. അതും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല ടേസ്റ്റി, നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ഉപ്പുമാവായിട്ട് കിട്ടും. ഇത് നമ്മുടെ സാധാരണ വാങ്ങണ വെർമിസെല്ലി, റോസ്റ്റഡ് വെർമിസെല്ലിയൊക്കെ മൈദയാണ്. അതിലുണ്ടാക്കിയാൽ ഈ ഒരു രീതി ആയിരിക്കില്ല. റൈസ് വെർമിസെല്ലി തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതാണ് കൂടുതൽ നല്ലത്. കുറച്ചുകൂടെ സോഫ്റ്റ് വേർഷൻ കിട്ടും, കുഴയാണ്ട് നന്നായിട്ട് കിട്ടും. ഇത് തണുത്താലും ടേസ്റ്റ് ഒന്നും പോയില്ല. വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. 1-2 മല്ലിയിലകൾ കൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് അവിടെ ആയിട്ടൊരു പച്ചപ്പ് കാണട്ടെ. അങ്ങനെ സ്വാദിഷ്ടമായ ഈസി റെസിപ്പി ആയിട്ടുള്ള നമ്മുടെ റൈസ് വെർമിസെല്ലി എഗ് മസാല ഉപ്പുമാവ് റെഡി. ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാം. സ്പൂൺ വെച്ച് ഇങ്ങനെ കഴിച്ചാൽ മതി, നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി നമുക്കിങ്ങനെ കുറച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു കാര്യം. ഇപ്പോൾ മിക്സ്ചർ കുറച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണല്ലേ, കപ്പലണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഒരു എന്താ പറയുക, വറവൽ ഐറ്റം പോലെ. പക്ഷേ ഇതൊരു ഭയങ്കര സ്പൈസി അല്ല, കുറച്ചൊരു മധുരമുള്ള ചില നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഇല്ലേ, അതെല്ലാം ഇങ്ങനെ മധുരമാണ്. ഓക്കെ, അതുപോലത്തെ ഇച്ചിരി ഈ മിക്സ്ചറിൽ തന്നെ കുറച്ച് മധുരമുള്ള ടൈപ്പൊക്കെ കിട്ടില്ല, അതുപോലെ അവൽ കൊണ്ടുള്ളൊരു ഐറ്റമാണ്. ഇതെല്ലാം നംകീൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് നമ്മൾ രാജസ്ഥാനിലേക്ക് പോയാലോ ഗുജറാത്തിൽ പോയാലോ ഇത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ചീവടയാണ്, സ്വീറ്റ് ചീവട. സ്വീറ്റ് കുറച്ച് മധുരമുള്ള മിക്സ്ചർ പോലെയുള്ളൊരു കാര്യം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്ത അവൽ 2 കപ്പ്, ഓമപ്പൊടി 2 കപ്പ്, കപ്പലണ്ടി 3/4 മുതൽ 1 കപ്പ് വരെ ആകാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 നുള്ള്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ഈ ചീവട എന്ന് പറയുന്ന പലഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്ത് കോരുകയാണ്.
അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയും കൂടി വയ്ക്കാം. എന്നിട്ട് വറുത്ത് കോരാം. അതിൽ നമ്മുടെ ഈ ഒരു വൈറ്റ് കളറിലെ അവലാണ്, അവൽ വറുക്കണം. പിന്നെ അതുപോലെ കപ്പലണ്ടി വറുക്കണം. ഓമപ്പൊടി ഓൾറെഡി വറുത്തതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അത് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വറുത്തെടുക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവൽ വറുക്കാൻ പോകുന്നു. കുറേശ്ശെ ഇട്ട് വറുത്ത് പോരാം. നല്ല ക്രിസ്പി ആയിട്ട് വരും. എണ്ണ നല്ല ചൂടായിട്ടാണ് എടുക്കുക. നമ്മുടെ പോപ്കോണൊക്കെ വരുന്ന പോലെ എടുത്തേ വരുന്നത്. ഓക്കെ, വെള്ള അവൽ. എണ്ണ കുടിക്കുകയൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യും. നല്ല കരുകരുപ്പായിട്ട് വറുത്ത് പോരാം. അപ്പോൾ ഫസ്റ്റ് ലോട്ട് വറുത്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഇട്ട് കൊടുക്കാം. 2 കപ്പാണ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത്. നല്ല മുരുമുരാന്നിങ്ങനെ ക്രിസ്പി ആയിട്ട് വറുത്ത് പോരാം. പെട്ടെന്ന് സെക്കൻഡ്സ് മതി, അത് അന്നേരം തന്നെ കോരുവും വേണം. ഇനി നമുക്ക് കപ്പലണ്ടി വറുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാകാം, എത്ര വേണമെങ്കിലും ആകാം. ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പലണ്ടിയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി നമ്മളുടെ ഇഷ്ടമാണ് ഇനി എന്തൊക്കെ ചേർക്കണം എന്നുള്ളത്. ബദാം വേണമെങ്കിലും ചേർക്കാം, അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ബദാമില്ല, പക്ഷേ അണ്ടിപ്പരിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും വറുത്ത് കോരുന്നു. ഇനി കുറച്ച് കിസ്മിസ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ വറുക്കുന്ന പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി മിക്സിംഗ് ആണ്. ഇനി മിക്സിംഗ് പ്രോസസ്സിലേക്ക് കിടക്കും. കുറച്ചുകൂടെ വലിയൊരു ബൗൾ എടുക്കുന്നു. ഈ കപ്പലണ്ടിയും വറുത്ത കപ്പലണ്ടി, അതിനകത്തേക്ക് കുറച്ച് ഓമപ്പൊടി. ഈ ഓമപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കടലമാവ് കൊണ്ട് വേണമെങ്കിൽ സേവനാഴി വഴി പിഴിഞ്ഞ് ഒഴിച്ചുണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഇത് വിത്ത് കറിവേപ്പിലയാണ് വറുത്തത്. അത് കുറച്ച് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യും. ഇതോടൊപ്പം കപ്പലണ്ടി, പിന്നെ കിസ്മിസ്, വീണ്ടും കുറച്ച് അവൽ, വറുത്ത അവൽ, എല്ലാം ചേർക്കാം. കിസ്മിസ് ആൻഡ് നട്ട്സ്. ഇതിൽ ഒരല്പം ഉപ്പ് ചേർക്കണം. ആദ്യം കുറച്ച് ഉപ്പും പിന്നെ പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇനി നല്ലതായിട്ടൊരു മിക്സ് ചെയ്യും. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും സ്പ്രെഡായി വരണം. ഓമപ്പൊടിയിൽ ഓൾറെഡി കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കറിവേപ്പില വറുത്ത് ചേർക്കാത്തത്, അല്ലെങ്കിൽ ചേർക്കണം. എല്ലാം കൂടി ഒരു മിക്സ്. വീണ്ടും കുറച്ച് പൊടിച്ച പഞ്ചസാര, അതായത് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ടോട്ടലായിട്ട് ചേർക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് കുറച്ച്. അപ്പോൾ സ്വീറ്റ് ആൻഡ് സോൾട്ട് കുറച്ച്. ഇതൊരു നംകീനാണ്. ഇത് സ്വീറ്റ് ചീവട എന്ന് പറയുന്ന കാര്യം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കോമൺ ആണ്. രാജസ്ഥാൻ, ഗുജറാത്ത് മേഖലകളിലും എല്ലായിടത്തും. പിന്നെ നാട്ടിലാണെങ്കിലും ഇനി നോർത്ത് ഇന്ത്യൻ ഫുഡ് സ്നാക്സ് കിട്ടുന്ന കടകളിൽ നിന്നും വാങ്ങാൻ പറ്റും. യെസ്, മിക്സിങ് ഇസ് റെഡി. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇത് വായി കിടക്കാത്ത കുപ്പിയിൽ അടച്ച് അല്ലെങ്കിൽ ടിന്നിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. കുട്ടികൾക്ക് ഇങ്ങനെ വറവൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ കഴിച്ചുകൊണ്ട് പോകാം. അങ്ങനെ നല്ലൊരു സ്നാക്ക്.
മിക്സ്ചറൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പ്രോസസ്സില്ല. മിക്സ്ചറൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ പ്രോസസ്സാണ്. ഇത് ഒരു പാടുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അവൽ മാത്രം നമ്മൾ വറുക്കുക. ഓമപ്പൊടി വാങ്ങാൻ കിട്ടും, അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പോലും ഇല്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്വീറ്റ് ചീവട ഈസ് റെഡി. എന്ത് എളുപ്പത്തിലല്ലേ ഞാൻ ചെയ്തത്. ഈ വറുക്കുന്ന അത്രയും സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര നല്ലൊരു ക്വാണ്ടിറ്റിയും കിട്ടി. 2 കപ്പ് അവലും 2 കപ്പ് ഓമപ്പൊടിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം എളുപ്പത്തിൽ ചെയ്യാം. എക്സലൻ്റ് ആണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. ഒരു നംകീൻസ് എന്ന് പറയുന്നത് ഇച്ചിരി മധുരം കൂടി ചേർന്ന് തന്നെ, എന്നാൽ ഓവർ മധുരമല്ല, ചെറിയൊരു ഉപ്പും കുറച്ച് മധുരവും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ നിങ്ങൾക്ക് സ്പൈസ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മധുരം ഇടുന്നതിന് പകരം കുറച്ച് മുളക് പൊടിയുള്ള അങ്ങനത്തെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ മതി. അങ്ങനെയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാ 2 സിമ്പിൾ റെസിപ്പീസാണ്. ആദ്യം കാണിച്ചത് നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി പലഹാരമായിട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഉപ്പുമാവാണ്. അതും റൈസ് വെർമിസിലി ഉപയോഗിച്ച് തന്നെ ചെയ്യണം. റൈസ് വെർമിസിലി എഗ് മസാല ഉപ്പുമാവ്. അത്ര സ്പൈസി ഒന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയാൽ ആവറേജ് സ്പൈസേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റും. കുറച്ച് എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് എരിവ്. രണ്ടാമത് കാണിച്ചത് ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ടി എന്ന് അങ്ങനെ ഞാൻ പറയില്ല, ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ള ഒരു ചീവട റെസിപ്പിയാണ്, സ്വീറ്റ് ചീവട. അതും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. മിക്സ്ചർ പോലെ മറ്റൊരു കാര്യം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.